പ്രിയ സുഹൃത്തുക്കളെ, ഒരുപക്ഷെ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത് വലയത്തിലുള്ള നിരവധി വ്യക്തികൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്നത്തെ ദിവസം ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം താങ്കൾക്ക് ബോധ്യപ്പെടുകയാണ് ഇത് താങ്കളുടെ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്രദമാണ് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ താങ്കളുടെ എല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യാൻ ഒരു കാരണവശാലും മറക്കരുത്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു കസ്റ്റമർ ഓഫീസിൽ വന്നു. അദ്ദേഹം വലിയൊരു കൺഫ്യൂഷൻ ആയിട്ടാണ് വന്നത്. കാരണം അദ്ദേഹം ഇപ്പൊ നിലവിൽ ഒരു വീട് പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ വീട് പണിയാനുള്ള മുഴുവൻ തുകയും ഇപ്പൊ നിലവിൽ അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടിലുണ്ട്. എന്നാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ ഒരു തുകയോടൊപ്പം തന്നെ അദ്ദേഹം ഒരു ലോണിന് കൂടി അപ്ലൈ ചെയ്തിരുന്നു. എന്നാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ആ മുഴുവൻ ലോൺ തുകയും അദ്ദേഹത്തിന് അപ്രൂവലായി കിട്ടുകയും ചെയ്തു. അപ്പൊ ഈ സമയത്ത് ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ബാങ്കിൽ കിടക്കുന്ന തുക വെച്ച് വീട് പണിയണോ അല്ലെങ്കിൽ ലോൺ യൂട്ടിലൈസ് ചെയ്ത് വീട് പണിയണോ എന്നതാണ്. അപ്പൊ നമ്മൾ ഇത് രണ്ടിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഏതാണ് കൂടുതൽ ലാഭകരം എന്നതിനെ കുറിച്ച് നമ്മളൊന്ന് അനലൈസ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു അനലൈസിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ താങ്കൾ പൂർണ്ണമായിട്ട് കാണുക. ഉപകാരപ്രദമാണെങ്കിൽ താങ്കളുടെ എല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക. തൊമ്മിന്റെ ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ഇന്നത്തെ ദിവസം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, സപ്പോസ് താങ്കൾക്ക് ഒരു വീട് പണിയണം, അതിനുള്ള മുഴുവൻ തുകയും താങ്കളുടെ കയ്യിലുണ്ടെങ്കിൽ ആ തുക ഉപയോഗിച്ച് വീട് പണിയണോ അല്ലെങ്കിൽ ലോൺ എടുത്തിട്ട് വീട് പണിയുന്നോ, ഏതാണ് കൂടുതൽ ലാഭകരം എന്നതിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മളെ മെയിൻ കഥാപാത്രങ്ങളായ ജോസിച്ചിന്റെയും തൊമ്മിച്ചന്റെയും ലൈഫിലേക്ക് തന്നെ നമുക്ക് പോകാം. ഇവിടെ ജോസിച്ചനുണ്ട്, പിന്നെ അതോടൊപ്പം തന്നെ തൊമ്മിച്ചനുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും വീട് പണിയണം. ഇപ്പൊ നിലവില് ഏകദേശം 1 കോടി രൂപയാണ് ഇവരുടെ വീടിന് ടോട്ടൽ കോസ്റ്റ് വരുന്നത് എന്ന് വിചാരിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ ജോസിച്ചൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1 കോടി രൂപ ഉപയോഗിച്ച് തന്നെ അദ്ദേഹത്തിന്റെ വീട് പണിതു. വേറെ ലോണൊന്നും എടുക്കാൻ തീരുമാനിച്ചില്ല. നേരെ വീട് ഈ 1 കോടി രൂപ ഉപയോഗിച്ച് ജോസിച്ചൻ വീട് പണിതു. തൊമ്മിച്ചൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1 കോടി രൂപ വെച്ച് ഇദ്ദേഹം വീട് പണിതില്ല. അതിന് പകരം ഇദ്ദേഹം 1 കോടി രൂപ ലോൺ എടുത്തിട്ട് ആ ലോൺ ഉപയോഗിച്ചിട്ടാണ് തൊമ്മിച്ചൻ വീട് പണിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വ്യത്യാസമുണ്ട്, എന്ത് എക്സ്ട്രാ ബെനിഫിറ്റ് ആണ് തൊമ്മിച്ചന് ലഭിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. തൊമ്മിച്ചൻ ഇപ്പൊ എടുത്ത ലോൺ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ എമൗണ്ട് 1 കോടി രൂപ. 1 കോടി രൂപയാണ് തൊമ്മിച്ചൻ ലോൺ എടുത്തത്. ഇതിന്റെ ഒരു ടേം നോക്കി കഴിഞ്ഞാൽ 20 വർഷം. 20 വർഷത്തേക്കാണ് തൊമ്മിച്ചൻ ലോൺ എടുത്തത്. ഇതിന്റെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 9% ഒരു ആവറേജ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഹോം ലോണിൽ വരുന്നത്. അപ്പൊ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇതിന്റെ ഒരു EMI വരുന്നത് ഏകദേശം 90,000 രൂപയാണ്. തൊമ്മിച്ചൻ 1 കോടി രൂപ 20 വർഷത്തേക്ക് ലോൺ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ EMI വരുന്നത്. അങ്ങനെയാണെങ്കിൽ 20 വർഷം കൊണ്ട് തൊമ്മിച്ചൻ ടോട്ടൽ പേയ്മെന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2,16,00,000 രൂപ. 2,16,00,000 രൂപ തൊമ്മിച്ചൻ മൊത്തം ഈ പറഞ്ഞ 20 വർഷം കൊണ്ട് 90,000 വെച്ച് 2,16,00,000 രൂപ തൊമ്മിച്ചൻ അടക്കേണ്ടി വരും. ഇവിടെ ടോട്ടൽ ഇൻട്രസ്റ്റ് എമൗണ്ട് മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1,16,00,000 രൂപ തൊമ്മിച്ചൻ എക്സ്ട്രാ അടക്കേണ്ടി വരും. അപ്പൊ ഇവിടെ നേരെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ജോസിച്ചനെ സംബന്ധിച്ച് ആകെ 1 കോടി രൂപ മുടക്കേണ്ടി വന്നുള്ളൂ. പക്ഷെ തൊമ്മിച്ചനെ സംബന്ധിച്ച് 2,16,00,000 രൂപ മൊത്തം ചെലവായി. അപ്പൊ തൊമ്മിച്ചന് ഏകദേശം ഈ ഒരു കണക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് 1,16,00,000 രൂപയുടെ ലോസ് ആണ് തൊമ്മിച്ചനെ സംബന്ധിച്ച് ജോസിച്ചനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നേരെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊമ്മിച്ചനെ സംബന്ധിച്ച് തൊമ്മിച്ചൻ ലോൺ എടുത്ത് പണിതത് കൊണ്ട് തൊമ്മിച്ചന്റെ പക്കൽ ഇപ്പൊ നിലവില് 1 കോടി രൂപ കയ്യിലുണ്ട്. ഈ 1 കോടി രൂപ തൊമ്മിച്ചൻ ഓൺ ആവറേജ് ഒരു 12% റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻസ്ട്രുമെന്റിൽ അടുത്ത 20 വർഷത്തേക്ക് തൊമ്മിച്ചൻ ഡിപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ
തൊമ്മിച്ചന്റെ ഈ 1 കോടി രൂപ 20 വർഷം കഴിയുമ്പോൾ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് 9 കോടി 6.4 ലക്ഷം രൂപയായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഈ 1 കോടി രൂപ 12% ഇൻട്രസ്റ്റിൽ 20 വർഷത്തേക്ക് ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 9 കോടി 64 ലക്ഷം രൂപയാവും. ഈ ഒരു കാര്യം, അതായത് ഇപ്പൊ ജോസിറ്റൻ ഈ ഒരു തുക ഉപയോഗിച്ച് വീട് പണിതുകൊണ്ട് ജോസിറ്റന്റെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യം മൊത്തം തീർന്നു. പക്ഷെ തൊമ്മിച്ചൻ ആ ഒരു തുക ഉപയോഗിച്ച് വീട് പണിയാൻ ആ നിലവിലത്തെ സമ്പാദ്യം ഉപയോഗിക്കാതിരുന്നത് കൊണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ച് സർപ്ലസ് ആയിട്ട് വന്ന തുക അദ്ദേഹം ഡിപ്പോസിറ്റ് ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് 20 വർഷം കഴിയുമ്പോൾ ഏകദേശം 9 കോടി 64 ലക്ഷം രൂപയുടെ സമ്പാദ്യം നേടാൻ സാധിച്ചു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് നോക്കാം, നേരത്തെ ഇപ്പൊ ഈ ഒരു പ്രീവിയസ് കണക്കിൽ നമുക്ക് മനസ്സിലായി, നേരെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ജോസിച്ചനെ സംബന്ധിച്ച് 1 കോടി 16 ലക്ഷം രൂപ ലാഭമാണ്. എന്നാൽ ഇവിടെ ഇങ്ങോട്ട് വന്ന സമയത്ത് തൊമ്മിച്ചന് എത്ര രൂപയാണ് ലാഭം കിട്ടിയത് എന്ന് നമുക്ക് നോക്കാം. അതായത് 9 കോടി 64 ലക്ഷം. ഇവിടെ നമുക്ക് കാണാം, ഇപ്പൊ തൊമ്മിച്ചൻ ഇപ്പൊ ലോണിലേക്ക് ടോട്ടൽ അടയ്ക്കേണ്ടി വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കോടി 16 ലക്ഷം രൂപയാണ് തൊമ്മിച്ചൻ ലോണിലേക്ക് മൊത്തം അടച്ചത്. ഇതിന് പുറമെ തൊമ്മിച്ചൻ ഇവിടെ നിക്ഷേപിച്ച ഈ 1 കോടി രൂപയുണ്ട്. ഈ 1 കോടി രൂപയും കൂടി ഈ ഒരു തുകയിൽ നിന്ന് നമുക്ക് കുറക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, തൊമ്മിച്ചൻ സ്മാർട്ടായിട്ട് ഇങ്ങനത്തെ ഒരു ഡിസിഷൻ എടുത്തുകൊണ്ട് തൊമ്മിച്ചനെ സംബന്ധിച്ച് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എക്സ്ട്രാ കിട്ടുന്ന ഒരു ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 കോടി 50 ലക്ഷം രൂപയാണ്. 6 കോടി 50 ലക്ഷം രൂപയാണ്. ഇപ്പൊ ജോസിച്ചനെ സംബന്ധിച്ച് ജോസിച്ചന് അന്ന് വീട് പണിതു, അദ്ദേഹത്തിന് സമാധാനമായി. പക്ഷെ അദ്ദേഹത്തിന് പിന്നെ ഒരു സമ്പാദ്യം ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷെ തൊമ്മിച്ചനെ സംബന്ധിച്ച് ഇപ്പൊ ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ഫോഴ്സ്ഫുള്ളി നമ്മൾ അത് റീപേയ്മെന്റ് ചെയ്യും. അതോടൊപ്പം തന്നെ ഇപ്പുറത്തെ സൈഡിൽ ഈ ഒരു തുക വളർന്നുകൊണ്ടിരുന്നു വെച്ചു. ഇതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സപ്പോസ് ഒരു 10 വർഷം കഴിഞ്ഞപ്പോ ഇപ്പൊ സപ്പോസ് തൊമ്മിച്ചന്റെ ജോലി നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോണത് എന്ന് ആ സമയത്ത് അദ്ദേഹത്തിന് ഇപ്പൊ EMI ഒന്നും അടക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ ഇദ്ദേഹം എടുത്ത 1 കോടി രൂപയുടെ 10 വർഷം കഴിയുമ്പോൾ ലോൺ ഔട്ട്സ്റ്റാൻഡിംഗ് വരാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 71 ലക്ഷം രൂപയാണ് ആ സമയത്ത് ലോൺ ഔട്ട്സ്റ്റാൻഡിംഗ് ഉള്ളത്. അതായത് ആ സമയത്ത് ഇദ്ദേഹത്തിന് ലോൺ ക്ലോസ് ചെയ്യണമെങ്കിൽ 71 ലക്ഷം രൂപയാണ്. ഇപ്പുറത്തെ സൈഡിൽ ഇപ്പൊ തൊമ്മിച്ചൻ ഇപ്പൊ 1 കോടി രൂപ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. 12% ഇൻട്രസ്റ്റിന് 10 വർഷം കഴിഞ്ഞു. ആ സമയത്ത് ഈ 1 കോടി രൂപ ഓൺ ആൻ ആവറേജ് 12% റിട്ടേൺ ഇപ്പൊ തൊമ്മിച്ചന് ലഭിച്ചാൽ ആ സമയത്ത് ഈ ഒരു തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കോടി 11 ലക്ഷം രൂപയായിട്ടുണ്ടാവും. 3 കോടി 11 ലക്ഷം രൂപയായിട്ടുണ്ടാവും. അപ്പൊ ഈ 3 കോടി 11 ലക്ഷം രൂപയിൽ നിന്ന് ഈ 71 ലക്ഷം രൂപ വിഡ്രോ ചെയ്തിട്ട് ഈ ലോൺ ക്ലോസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും ഇപ്പൊ ആ സമയത്ത് തൊമ്മിച്ചനെ സംബന്ധിച്ച് 2.5 CR ബാലൻസ് തൊമ്മിച്ചന്റെ കയ്യിലുണ്ടാവും. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും, കാരണം ഇവിടെ നമ്മളിപ്പോ ആ 1 കോടി രൂപ കൊണ്ട് പൊട്ടടിക്കുകയല്ല ചെയ്യുന്നത്, അത് മികച്ച രീതിയിൽ നമ്മൾ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ലോൺ അടക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ ആ ബാക്കപ്പ് ഓൾറെഡി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലോൺ അടക്കാതെ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിനെക്കുറിച്ച് വലിയ രീതിയിലൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, സപ്പോസ് ഇപ്പൊ നിങ്ങളുടെ പക്കൽ വീട് പണിയാനുള്ള മുഴുവൻ തുകയും കയ്യിലുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ലോൺ കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ, ഈ തുക നിങ്ങളുടെ പക്കലുള്ള തുക അതുകൊണ്ട് ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, മികച്ച രീതിയിൽ റിട്ടേൺ കിട്ടാവുന്ന ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റിൽ താങ്കൾക്ക് നിക്ഷേപിക്കാൻ സാധിക്കുകയാണെങ്കിൽ, ഇപ്പൊ തൊമ്മിച്ചനെ പോലെ അത്യാവശ്യം ഒരു സൈഡില് ലോൺ തീരുമ്പോൾ ഇപ്പുറത്തെ സൈഡില് ഇപ്പൊ താങ്കളെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും താങ്കൾക്ക് സാധിക്കും. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ താങ്കൾക്ക് അറിയണമെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ഡെസ്ക് ആയിട്ട് താങ്കൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ നമ്പറിൽ താങ്കൾക്ക് വാട്സാപ്പ് വഴി കോൾ ചെയ്തോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി തൊമ്മിച്ച ടിപ്സ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.